ഓം നമോ നാരായണായ. നാരായണീയം 69-ാം ദശകം. രാസക്രിയ. കേശപാശധൃതപിഞ്ചിക വിതതി സഞ്ചലന്മകര കുണ്ടലം ഹാരജാലവനമാലിക ലളിതമംഗരാഗ ഘനസൗരഭം പീതചേലധൃതകാഞ്ചികാഞ്ചിത മുദഞ്ചദംശുമണിനൂപുരം രാസകേളിപരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ താവദേവ കൃതമണ്ഡനെ കലിത കഞ്ചുളീകകുചമണ്ഡലേ ഖണ്ഡലോലമണികുണ്ഡലേ യുവതിമണ്ഡലേധ പരിമണ്ഡലേ അന്തരാ സകലസുന്ദരി യുഗളമന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭ സമുപാദധ്യാം വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസസൗരഭം ദൂരതോപി ഖലു നാരദാഗതിത മാഗലയ്യക കുതുകാകുല വേഷഭൂഷണവിലാസപേശലവിലാസിനി ശതസമാവൃതാം നാഗതോ യുഗപദാഗതാവിയതി വേഗതോദസുരമണ്ഡലി വേണുനാദകൃതദാനകള ഗാനരാഗഗതിയോജന ലോഭനീയ മൃദുപാദപാദകൃത താളമേളമനോഹരം പാണിസങ്വണിതകങ്കണം ച മുഹുരം സലംബിതകരാംബുജം ശ്രോണിബിംബചലദംബരം ഭജത രാസകേളിരസഡംബരം സ്പർദ്ധയാ വിരചിതാനുഗാനകൃത താരതാരമധുരസ്വരേ നർത്തനേഥലളിതാംഗഹാരലുളിതാംഗ ഹാരമണിഭൂഷണേ സമ്മതേന കൃതപുഷ്പവർഷ മലമുന്മിഷദ്ദിവിഷദാം കുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹസവധൂകുലം സ്വിന്നസന്നതനുവല്ലരി തദനുകാവിനാമ പശുപാംഗന കാന്തമംസമവലംബദേ സ്മതവദാന്തിഭാരമുകുളേക്ഷണാം കാചിതാചലിതകുന്തള നവപടീരസാരഗനസൗരഭം വഞ്ചനേന തവ സഞ്ചുചുംബ ഭുജമഞ്ചിതോരു പുളകാങ്കുരാം കാവിഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിതകുണ്ടലം പുണ്യപൂരനിധിരന്വവാപതവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യദൂരംഗന കിമു ന സമ്മദോന്മദദശാന്തരം ഗാനമീശവിരതം ക്രമേണ കില വാദ്യമേളമുപാരതം ബ്രഹ്മസമ്മദരസാകുല സദസി കേവലം സ നൃതുരംഗനാം
നാവിതന്നപി ച നീതികാം കിമപി കുന്തളീമപി ച കഞ്ജുളീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ മോദസീം നിഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംമൃദിത നിർമ്മലാംഗന വഘർമ്മലേശ സുഭഗാത്മനാം മന്മതാസഹന ചേതസാം പശുപയോഷിതാം സുഹൃദചോദിതാം സ്ഥാവദാ കലിതമൂർത്തിരാദധിത മാരവീരപരമോത്സവാൻ കേളിഭേദപരിലോളിതാഭിരതിലാളിതാ ഭിരബലാളിഭി സ്വൈരമീശനനുസുരജയാപയസി ചാരുനാമവിഹൃതിം വ്യഥാം കാനനേപി ച വിസാരി ശീതള കിശോരമാരുതമനോഹരാം സൂനസൗരഭമയേ വിലേസിതവിലാസിനീശതവിമോഹനം കാമിനീരിതി ഹി യാമിനീഷു ഖലു കാമനീയകനിധേ ഭവാൻ പൂർണ്ണസമ്മദരസാർണവം കമപി യോഗി ഗമ്യമനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിവാഹി മാം. ഓം നമോ നാരായണായ. ഗജാനനം ഭൂതഗണാതിസേവിതം കബിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഖായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തെ കാച്ചിക്കുറുക്കിയ പാലാക്കി വേണ്ടുവോളം പാനം ചെയ്യാൻ പാകത്തിലാക്കിയ ഒരു കൃതിയാണ് നാരായണീയം. നാരായണീയത്തിലെ അതിപ്രസക്തമായ ഒരു ദശകമാണ് 69 രാസക്രീഡ. ഭഗവാന് ഏറ്റവും കൂടുതൽ അപമാനം നേരിട്ടുള്ള ഒരു ദശകം കൂടിയാണ്. ഈ ദശകത്തെ പറ്റിയുള്ള സംഭാഷണമാണ് ഞാനിവിടെ സമർപ്പിക്കുന്നത്.
ഇത് രചിച്ചത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ്. തനിക്ക് വന്ന വാതരോഗ ശമനത്തിനായി ഗുരുവായൂരിൽ താമസിച്ചുകൊണ്ട് ദിവസവും ഓരോ ദശകം രചിച്ച് ഭഗവാന്റെ മുമ്പിൽ ഇഷ്ടമായോ എന്ന് ചോദിക്കും. വല്ല പിഴകളുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുമായിരുന്നു. പ്രസാദിച്ചു എന്ന് തിരിച്ചറിയാൻ വേണ്ടി എന്തെങ്കിലും അടയാളം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അടയാളങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും ഈ എഴുതിയതെല്ലാം വെട്ടിയിട്ട് പുതിയതായിട്ടൊന്ന് എഴുതി അവിടെ കൊണ്ട് സമർപ്പിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണ് അദ്ദേഹം ഇതൊക്കെ നാരായണീയം എഴുതിയിട്ടുള്ളത്. ഭാഗവതത്തിൽ എഴുതപ്പെടാത്ത പലതും നാരായണീയത്തിലുണ്ട്. അദ്ദേഹം സ്വതന്ത്രമായി പല വസ്തുതകളും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയദേവർ കവി ഗീതാഗോവിന്ദൻ രചിച്ചതുപോലെ ഭട്ടതിരി നാരായണീയം രചിച്ചത്. ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും പ്രിയ പ്രണയിനിയും സഖിയും പരമഭക്തിയുമായ രാധയുടെ വർണ്ണന നാരായണീയത്തിലുണ്ട്. പക്ഷേ ഭാഗവതത്തിൽ ഒരിടത്തും രാധയെപ്പറ്റി ഒന്നും സൂചിപ്പിച്ചില്ല. പക്ഷേ എഴുതിയതെല്ലാം സത്യമായിരിക്കും. കാരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ സമ്മതത്തോടെയാണ് അദ്ദേഹം എല്ലാ ദശകങ്ങളും എഴുതിയിട്ടുള്ളത്. അങ്ങനെ 68 ദശകം വരെ അദ്ദേഹം എഴുതി പൂർത്തിയാക്കി. അടുത്തത് 69ാമത്തെ ദശകം എഴുതണം. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത്. ഇവിടെ കൃഷ്ണന് വെറും 7 വയസ്സാണല്ലോ. ഈ 7 വയസ്സുള്ള കുട്ടി എങ്ങനെ ഈ രാസക്രീഡ പോലെയുള്ള മഹത്തായ കാര്യമൊക്കെ നിർവഹിക്കുന്നത്? അദ്ദേഹം ആകെ അങ്കലാപ്പിലായി. ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ ചിന്തിച്ചിരിക്കും, ശരിയല്ലേ? പിന്നെ അദ്ദേഹത്തിന് ചിന്ത പോയതിൽ തെറ്റുണ്ടോ? ഇല്ല. അങ്ങനെ ഇതിനെന്താണ് ഒരു പോംവഴിയെന്ന് അദ്ദേഹം പലവട്ടം ആലോചിച്ചു. അവസാനം ഇനി ഒന്നും ആലോചിക്കാനില്ല എന്നോർത്തിട്ട് അദ്ദേഹം ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ചെന്ന് കണ്ണടച്ചങ്ങോട്ട് ധ്യാനത്തിലിരുന്നു. കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ താളാത്മകമായ താളങ്ങൾ അങ്ങനെ കേട്ടു. കൂടെ വാദ്യമേളങ്ങളും. കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ അതാ രാസക്രീഡ അവതരിപ്പിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ഭട്ടതിരി ഭഗവാന്റെ ആ നൃത്തത്തിൻ്റെ താളത്തിനനുസരിച്ച് പാട്ടുപാടിക്കൊണ്ടിരുന്നു. പിന്നീടാണ് ഈ ദശകം രചിച്ചതെന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് ഈ ദശകത്തിലൂടൊന്ന് കണ്ണോടിക്കാം. ഇവിടെ അലങ്കാരഭൂഷിതനായി കണ്ണൻ നിറഞ്ഞു നിൽക്കുകയാണ്. രാസക്രീഡയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ്. വാർമുടിക്കെട്ടിൽ മയിൽപ്പീലി ചൂടി. ആ മുടിക്കെട്ടിന് എന്തൊരു ഭംഗി, ഏഴഴക്! ഇളം കാറ്റടിക്കുമ്പോൾ പൂങ്കുലകൾ ആടുന്നതുപോലെ മത്സ്യത്തിൻ്റെ ആകൃതിയിൽ കുണ്ടലം കാതിൽ കിടന്ന് ആടുന്നു. യശോദാമ്മ പനപ്പൂക്കൾ കൊണ്ട് കെട്ടിയ മാല വനമാല, അതിൻ്റെ കൂടെ മറ്റു മാലകളും എല്ലാം അണിഞ്ഞിട്ട് മാറിടം അങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ്. പോരാഞ്ഞോ കണ്ണൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്തോ ഒരു അംഗരാഗ സുഗന്ധം അവിടെയൊക്കെ ഇങ്ങനെ പരക്കുകയാണ്. എന്തോ ഒരു നല്ല മണം. കുളി കഴിയുമ്പോഴേ
ഒരു കുറിക്കൂട്ട് അമ്മ ദേഹം മുഴുവൻ അങ്ങോട്ട് പുരട്ടി കൊടുക്കും. അതായത് കുങ്കുമം, അകില്, കസ്തൂരി, ഗോരോചനം, ചന്ദനം ഇവയെല്ലാം സമം ചേർത്ത് അരച്ചുണ്ടാക്കിയ ഒരു കൂട്ടാണ്. അതാണ് അമ്മ കുളി കഴിയുമ്പോഴേ കണ്ണൻ്റെ ദേഹം മുഴുവൻ പുരട്ടി കൊടുക്കുന്നത്. അതിന് ഭയങ്കര സുഗന്ധമാണ്. അതാണ് അവിടെ മുഴുവൻ സുഗന്ധം പരത്തി അങ്ങനെ വരും. ഇനിയോ വസ്ത്രമാണെങ്കിലോ നല്ല മഞ്ഞപ്പട്ടൊക്കെ ഉടുപ്പിക്കും. അരയിലെ പൊന്നരഞ്ഞാണം ഈ പട്ടിൻ്റെ മേലെ അങ്ങോട്ട് അണിയിച്ചു കൊടുക്കും. കാലിലാണെങ്കിലോ കിലുങ്ങുന്ന മണിച്ചലങ്ക കെട്ടിക്കൊടുക്കും. ഇങ്ങനെ ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് സർവ അലങ്കാരഭൂഷിതനായ ഭഗവാനാണ് രാസക്രീഡയ്ക്ക് വേണ്ടി വന്നു നിൽക്കുന്നത്. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പനെ ഞാൻ നമിക്കുന്നു. ശരിയാണ്, നമുക്കൊക്കെ എന്താണ് ഗുരുവായൂർ നമ്മൾ പോകുന്നതല്ലേ. ഗുരുവായൂരപ്പനെ കണ്ടാൽ നമുക്ക് എന്താണ്, നമുക്ക് മനസ്സിലാകും ഈ അലങ്കാരത്തിൻ്റെ പ്രിയ. കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് എന്താണ്, അലങ്കാരം. എത്ര അലങ്കരിച്ചാലും അത് പോരാന്ന് വിളിച്ചു പറയും. അത്രയും അലങ്കാരപ്രിയനാണ്. സർവ അലങ്കാരം ഏത് സമയം നമുക്കറിയാം. ഭഗവാന് ആ ഗുരുവായൂർ അമ്പലം പുറത്താണെങ്കിൽ ഏത് തരത്തിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ശ്രീകോവിലിനോട്ട് നോക്കിയാലോ, ആ ചൈതന്യം അലങ്കാരം കൊണ്ട് ജ്വലിച്ചു നിൽക്കുകയാണ്. എന്തൊരു തരത്തിൽ അലങ്കാരമാണ്. കണ്ണിന് എത്ര കുളിർമ നൽകുന്ന ഒരു അലങ്കാരമാണ്. എത്ര തരത്തിലുള്ള മാലകളും പിന്നെ കിരീടം, ഓടക്കുഴൽ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും തരത്തിൽ അലങ്കരിച്ചങ്ങനെ നിർത്തിയിരിക്കുകയാണ് കണ്ണനെ. അതുതന്നെയോ 4 പ്രാവശ്യം വിവിധ തരത്തിലുള്ള അലങ്കാരങ്ങളാണ്. വിവിധ തരത്തിലുള്ള ഭഗവാന്റെ രൂപങ്ങളെയാണ് അലങ്കരിച്ചവിടെ നിർത്തുന്നത്. വെളുപ്പിനെ ഒന്ന്, അത് കഴിഞ്ഞാൽ 10 മണിക്കൊന്ന്, ഉച്ചയ്ക്ക്, രാത്രിയിൽ. അത്രയും അലങ്കാരപ്രിയനാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കഥ, പിന്നെ നമ്മുടെ അടുത്തുള്ള കൃഷ്ണൻ്റെ ഈ ക്ഷേത്രങ്ങളിൽ പോയാൽ മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് അവിടെയുള്ള ആ മൂർത്തിക്ക്, വിഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ അലങ്കാരം മറ്റുള്ള അമ്പലത്തിനെ അപേക്ഷിച്ചുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഭഗവാൻ ഇപ്പം നമ്മൾ അവിടെ ചെന്നാലും, ഗുരുവായൂർ ചെന്നാലും, കൃഷ്ണൻ്റെ ഏത് അമ്പലത്തിൽ ചെന്നാലും അദ്ദേഹത്തിനെ ദർശിക്കാൻ ചെല്ലുന്ന ഭക്തന്മാര് ഏറ്റവും നന്നായി അണിഞ്ഞൊരുങ്ങി അദ്ദേഹത്തെ ദർശിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, കണ്ണൻ്റെ ആഗ്രഹം. അത്രയും ഇഷ്ടമാണ് അലങ്കാരം. ഭട്ടതിരി നമിക്കുന്നു എന്ന് പറയുമ്പോൾ നാം എല്ലാം ആ ഗുരുവായൂരപ്പനെ നമിക്കണം. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അലങ്കാരഭൂഷിതനായി വന്നതുപോലെ ഗോപസ്ത്രീകളെല്ലാം അങ്ങനെ അണിഞ്ഞൊരുങ്ങി ഭംഗിയുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് മുലത്തടത്തിൽ മുലപ്പടം ചാർത്തി കവിളിൽ നിറഞ്ഞാടുന്ന കുണ്ടലങ്ങൾ ധരിച്ച് അതിസുന്ദരിമാരായി അങ്ങനെ വൃത്താകൃതിയിൽ വന്നു നിന്നപ്പോൾ ഭഗവാനോ, കണ്ണൻ അതിനുള്ളിലേക്ക് ഓടിക്കയറി. എന്നിട്ടോ 2 സുന്ദരിമാരുടെ ഇടയില് ദ്രുതഗതിയിൽ കൂടങ്ങനെ സഞ്ചരിച്ച് നൃത്തം ചവിട്ടിയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ആ നൃത്തത്തിന് ഒരു താളാത്മകതയുണ്ട്. കാണാൻ എന്തൊരു ചന്തമാണ്. ആ നൃത്തത്തിലൂടെ അതിമനോഹരമായ രാസക്രീഡ അനുഷ്ഠിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ യമുനാതീരത്തിൽ നടക്കുന്ന ഈ രാസക്രീഡയുടെ അസാധാരണ ഭംഗി, ഇതെല്ലാം കണ്ടു നിന്ന നാരദ മഹർഷി വർണ്ണിച്ചത് കേട്ടറിഞ്ഞ് അത്യാഹ്ലാദം തോന്നിയ ദേവസമൂഹം നല്ല വേഷങ്ങളൊക്കെ ധരിച്ച് ആഭരണങ്ങൾ അണിഞ്ഞ് ദേവസ്ത്രീകളോടൊത്ത്
ദേവന്മാരെല്ലാം ആകാശത്ത് നിരന്നു നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓടക്കുഴലിൽ നിന്ന് ഒഴുകുന്ന ഒരു സംഗീതം. എന്തോ ഒരു സംഗീതം, എന്തോ ഒരു ഈണ കേൾക്കുന്നുണ്ട്. ആ പാട്ടിൻ്റെ രാഗത്തിലെ മനോഹരമായ കീസ്വരങ്ങളും ആലാപനങ്ങളും പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈണത്തിനനുസരിച്ച്, താളത്തിനനുസരിച്ച് കൃഷ്ണൻ താളാത്മകമായ ചുവടുകൾ വെച്ച് അങ്ങനെ നൃത്തം ചെയ്തു. വളകളുമായി അനുയോജ്യമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗോപികമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കൃഷ്ണൻ ഗോപികമാരുടെ തോളത്ത് താമരപ്പൂ പോലെയുള്ള കൈയങ്ങോട്ട് വെച്ചു. നൃത്തം ചെയ്യുമ്പോൾ കൃഷ്ണന്റെ അരക്കെട്ട് വേഗത്തിൽ അങ്ങനെ ചലിക്കും. ഈ സമയത്ത് ഭട്ടതിരി രാസലീല ആടുന്ന കണ്ണനെ സ്തുതിക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തു. ശരിയാണ്, നമ്മളെല്ലാവരും ഈ രാസക്രീഡ എന്നുള്ള 69ാമത്തെ ദശകം എല്ലാ ദിവസവും വായിച്ചാൽ ജ്ഞാന വൈരാഗ്യങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. അതുപോലെ നല്ല ഉത്തമമായ ഒരു കുടുംബജീവിതവും ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഗോപികമാരുടെ പാട്ടങ്ങനെ ഉയർന്ന അഷ്ടപദങ്ങളിൽ എത്തുകയും ചെയ്തു. അതനുസരിച്ച് നൃത്തം ചെയ്യുകയും അവർ ചെയ്തു. കൃഷ്ണനോടൊന്നിച്ച് നൃത്തം ചെയ്തപ്പോൾ അവർ തന്നെ മറന്നുപോയ നിലയിലായി. അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ അതിൻ്റെ സ്ഥാനത്തു നിന്ന് മാറിപ്പോയി, മറ്റൊരിടത്തായി. വസ്ത്രങ്ങൾ അഴിഞ്ഞുപോയി. ഇതൊന്നും ഗോപികമാർ അറിയുന്നില്ല. ഇതെല്ലാം കണ്ട് ദേവസമൂഹം പൂക്കൾ വാരിച്ചൊരിഞ്ഞു. സകല ദേവവർഗവും സത്യസ്വരൂപനായ അങ്ങയുടെ ലീലാവിലാസം കണ്ട് ആ പരമാത്മാവിലേക്ക് ലയിച്ചതുപോലെ അത്യന്തം മോഹവിവശരായി തീർന്നു. നൃത്തത്തിൻ്റെ ആലസ്യം ഗോപസ്ത്രീകളെ വല്ലാതെ ബാധിച്ചു. വാടിത്തളർന്ന് ഒരുവള് ചന്തം തികഞ്ഞ അങ്ങയുടെ തോളിലെ തല ചായ്ച്ചു. വാർമുടിക്കെട്ടഴിഞ്ഞ് കോരിത്തരിച്ചുകൊണ്ടും മറ്റൊരാൾ ചന്ദനക്കൂട്ടിൻ്റെ ഗന്ധമുള്ള അങ്ങയുടെ കൈത്തണ്ടയെ ചുംബിച്ചു. തൂങ്ങിക്കിടന്നാടുന്ന കമ്മൽ ധരിച്ച ഒരു സൽഗുണസമ്പന്നയായ ഗോപസ്ത്രീ അവളുടെ കവിൾത്തടം അങ്ങയുടെ കവിൾത്തടത്തിൽ ചേർത്ത് അമർത്തി. വായിൽ ചവച്ച വെറ്റിലയുടെ നീര് അമൃതുപോലെ ആസ്വദിച്ചു. ശ്രീ മഹാലക്ഷ്മിയുടെ വികാരത്തിനാസ്പദവും ലോകൈക സുന്ദരനുമായ അങ്ങയോടൊപ്പം നൃത്തം ചെയ്തുകൊണ്ട് ഗോപികമാർ ആനന്ദലഹരിയുടെയും പരമാനന്ദത്തിൻ്റെയും ഉന്നതിയിലേക്ക് നയിക്കപ്പെട്ടു. പാട്ട് ക്രമേണ നിലച്ചു, വാദ്യം പ്രയോഗവും നിലച്ചു. പക്ഷേ ഇതെല്ലാം നിലച്ചിട്ടും ഗോപികമാർ അങ്ങയുടെ പരമാനന്ദരസം ആസ്വദിച്ച് അനുഭവിച്ച് പരവശരായിട്ട് സദസ്സിലങ്ങനെ നൃത്തം ചെയ്തു എന്നു മാത്രമല്ല, ഉടുത്ത മുണ്ടോ വാർമുടിക്കെട്ടോ മുലപ്പടച്ചാർത്തോ ഒന്നും തന്നെ ആ അങ്കനമാർ അറിഞ്ഞില്ല. ആകാശത്തിലെ സകല നക്ഷത്രക്കൂട്ടങ്ങളും ഈ കാഴ്ച കണ്ട് നിശ്ചലമായി നിന്നു. പിന്നെന്തു പറയാനാണ്? വ്രജസ്ത്രീകൾ ക്ഷീണിതരായി തീർന്നു. അതിനാൽ കൃഷ്ണൻ അവരെ യമുനാ തീരത്തേക്ക് കൊണ്ടുപോയി
അങ്ങനെ യമുനാ നദിയിലിറങ്ങി അവർ ജലക്രീഡ ചെയ്തു. പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടു. തണുത്ത കാറ്റും വിവിധ തരം പുഷ്പങ്ങളുടെ സുഗന്ധം പരത്തുന്ന മരങ്ങളും നിറഞ്ഞ മനോഹരമായ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട കാട്ടിൽ കൃഷ്ണൻ ഗോപികമാർക്ക് ആനന്ദരസമാവോളം പാനം ചെയ്യാൻ കൊടുത്തു. കാമിക്കത്തക്ക അവസ്ഥയ്ക്ക് ഇരിപ്പിടമായ ഭഗവാനെ അങ്ങ് പല രാത്രികളിലും യോഗീശ്വരന്മാർക്ക് മാത്രം എത്താവുന്നതും അനുവ്യാജ്യമായ അനുഭൂതി പകർന്നുണ്ടായ സന്തോഷാധിക്യം പ്രിയ കാമിനിമാരായ ഗോപികമാർക്ക് അനുഭവപ്പെടുത്തി കൊടുത്തു. ഇടയപ്പെണ്ണുങ്ങളുടെ ഈ പ്രവൃത്തിയിലൂടെ ബ്രഹ്മാവ്, ശിവൻ, മറ്റ് സകല ദേവന്മാർ പോലും ഗോപികമാരെ ബഹുമാനിക്കാൻ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ പ്രേരിപ്പിച്ചു. ഭക്തന്മാർക്ക് മാത്രം എന്നും അഭയം നൽകുന്ന സുന്ദരരൂപിയായ അല്ലയോ പൊന്നു ഗുരുവായൂരപ്പ, ശ്രീകൃഷ്ണ ഭഗവാനെ എന്നെ കൂടി സംരക്ഷിക്കണേ എന്ന് ഭട്ടതിരി പ്രാർത്ഥിച്ചു. ശ്രീമദ് ഭാഗവതത്തിൽ രാസക്രീഡ എന്ന കഥ ശുകമഹർഷി പരീക്ഷിത്ത് രാജാവിനോട് പറഞ്ഞു കഴിയുമ്പോൾ രാജാവ് മഹർഷിയോട് ഇപ്രകാരം ചോദിച്ചു: വിഷ്ണു ഭഗവാൻ പൂർണ്ണ അവതാരമായി കൃഷ്ണനായി പിറന്നത് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നല്ലോ. അങ്ങനെയുള്ള ഭഗവാൻ അന്യപുരുഷന്മാരുടെ ഭാര്യമാരായ ഗോപികമാരോട് പ്രണയത്തിലാകാൻ പറ്റുമോ? സാധാരണ മനുഷ്യൻ ചെയ്താൽ അയാൾ ഏറ്റവും വലിയ പാപിയാകും. കൃഷ്ണൻ ഭഗവാനാണ്, ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത പരമാത്മാവാണ്, ജീവാത്മാവാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രവൃത്തി എങ്ങനെ ന്യായീകരിക്കും? ശുകമുനി മറുപടി പറഞ്ഞു: അല്ലയോ രാജാവേ, അങ്ങ് ഈ പ്രവൃത്തിയെ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് കാണുന്നത്. അങ്ങനെ നോക്കിയാൽ ഇത് അനുചിതമായി തോന്നും. ഗോപികമാർക്ക് കൃഷ്ണനോട് ഉള്ള കാമം നിസ്വാർത്ഥമായ ഭക്തിയാണ്. ഭഗവാനെ, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ ഏതു വിധത്തിൽ നമ്മൾ സേവിച്ചാലും നമ്മളെ അനുഗ്രഹിച്ച് അഭീഷ്ടം സാധിച്ചു തരും. കംസൻ എത്ര വലിയ ദുഷ്ടനാണ്, എന്തെല്ലാം ക്രൂരതകൾ ചെയ്തവനാണ്. എന്നിട്ടും ആ കംസന് ഭഗവാൻ സായുജ്യം കൊടുത്തില്ലേ? എങ്ങനെയാ കിട്ടിയത്? കംസന് ഭക്തി കൊണ്ടല്ല സായുജ്യം കിട്ടിയത്. കംസന്റെ ഉള്ളിലെ എപ്പോഴും കൃഷ്ണൻ എന്നുള്ള ഒരു രൂപസങ്കല്പം ഉണ്ടായിരുന്നു. കാരണം ദേവകിയുടെ 8ാമത്തെ പുത്രൻ കൃഷ്ണനാണ് എൻ്റെ അന്തകൻ. ആ കൃഷ്ണൻ എപ്പോഴാണ് വരുന്നത് എന്നെ വധിക്കാൻ? എങ്ങനെയാണ്, എവിടെ നിന്നാണ് വരുന്നത്? ആകാശത്ത് നിന്നാണോ ഭൂമിയിൽ നിന്നാണോ എന്നുള്ള ചിന്തയാണ് കംസൻ ഊണിലും ഉറക്കത്തിലും ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന രൂപം ആരാണ്? കൃഷ്ണനാണ്. കൃഷ്ണ കൃഷ്ണ എന്നുള്ള രൂപമാണ് അദ്ദേഹം പറയുന്ന വാക്കുകളിലും കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്നത്. ഭഗവാൻ അത് മാത്രം മതി. എൻ്റെ പേര് എവിടെയാണോ ആരാണോ ഉച്ചരിക്കുന്നത്, അവൻ ഭക്തനാണോ ദുഷ്ടനാണോ അസുരനാണോ ആരും ആയിക്കൊള്ളട്ടെ, പക്ഷെ എൻ്റെ പേര് പറയുന്നുണ്ടോ അവന് ഞാൻ തീർച്ചയായിട്ടും എന്തു കൊടുക്കും? മോക്ഷം കൊടുക്കും. അങ്ങനെയാണ് കംസനെ വധിച്ച് സായുജ്യം കൊടുത്തത്. ഇനി അതേപോലെ മറ്റൊരു കഥാപാത്രമാണ് ശിശുപാലൻ, മറ്റൊരു ദുഷ്ടൻ. ഇദ്ദേഹമാണെങ്കിലോ നിന്ദവാക്കുകൾ കൊണ്ടാണ് കൃഷ്ണനെ പരിഹസിക്കുകയാണ്. എവിടെ ഏത് സദസ്സിലായാലും എവിടെ ഒരു അവസരം കിട്ടിയാലും അതൊക്കെ
ഒക്കെ അദ്ദേഹം മുതലാക്കും. അവിടെ എല്ലാ പരമാവധി കൃഷ്ണനെ അപമാനിതനാക്കി തീർക്കും. കൃഷ്ണൻ അത് ചെയ്തു, ഇത് ചെയ്തു, കൃഷ്ണൻ കള്ളനാണ്, വെണ്ണ കട്ടുണ്ണുന്നവനാണ്, ഗോപികമാരുടെ വസ്ത്രം മോഷ്ടിച്ചവനാണ്, അവരോട് രാസക്രിയ എന്ന് വേണ്ട എല്ലാ നിന്ന വാക്കുകളും പ്രയോഗിച്ച് പരിഹസിക്കും. പക്ഷെ കൃഷ്ണ കൃഷ്ണ എന്നുള്ള പേരിങ്ങനെ പറയുന്നത് കൊണ്ട് ഭഗവാന് അദ്ദേഹത്തിന് എന്തു കൊടുത്തു? അവൻ മോക്ഷത്തിന് അർഹനാണ്. കാരണം എന്താ? അവൻ ദുഷ്ടനായാലും എൻ്റെ പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് ശിശുപാലനെ വധിച്ച് അവനും മോക്ഷം കൊടുത്തു. അങ്ങനെയുള്ള ഭഗവാനാണ്. ആ ഭഗവാനെ മനസ്സാകുന്ന നമ്മുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞാൽ അവൻ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്. ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മളെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ, ഏതു തരത്തിലുള്ള ദുരന്തങ്ങളാണ് നമ്മുടെ കൂടെ വന്നുകൂടുന്നത്? അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ഒരേ ഒരു മന്ത്രം, നാരായണ നാരായണ നാരായണ. ഇത് ജപിക്കുന്നവൻ്റെ അരികിൽ മരണക്കിടക്കയിൽ കിടന്ന അജാമിളൻ വിളിച്ചപ്പോൾ ഭക്തപ്രഹ്ലാദനെ സ്വന്തം പിതാവായ ഹിരണ്യകശിപിൽ നിന്ന് രക്ഷിക്കാൻ ഭഗവാൻ ഓടിയെത്തിയില്ലേ? അതുപോലെ നമ്മുടെ അടുത്ത് പല പല വേഷങ്ങളിൽ പല പല രൂപങ്ങളിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓടിയെത്തി നമ്മളെ അനുഗ്രഹിക്കും, രക്ഷിക്കും. അതുപോലെ ഗോപികമാർ കാമമാകുന്ന ഭക്തി കൊണ്ട് ഭഗവാനെ സേവിച്ചു. ഗോപികമാർക്കറിയാം കൃഷ്ണൻ സാധാരണ ഒരു ബാലകനല്ല, ജഗത് പിതാവാണ്, സർവേശ്വരനാണ്, പരമാത്മാവാണ്, മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഒരു മഹാപുരുഷനാണ് കൃഷ്ണനെ. ആ കൃഷ്ണനെ തങ്ങളുടെ പ്രിയതമനാക്കി കാമമാകുന്ന ഭക്തി കൊണ്ട് ഗോപികമാർ ബന്ധിച്ചു. ഇത് ഭഗവാന് മനസ്സിലായി. ആയതിനാൽ അവരെ അനുഗ്രഹിച്ച് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി സാധിച്ചു കൊടുത്തു. ഗോപികമാർക്കറിയാമായിരുന്നു നമ്മുടെ മനുഷ്യജന്മത്തിൽ എന്തിനേക്കാളും ഉപരിയായി ഈശ്വരനുമായുള്ള ഐക്യമാണ് വേണ്ടത്. സാക്ഷാത്കാരമാണ് നമ്മെ മോചിപ്പിക്കുക എന്ന സത്യം ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ അവരുടെ നിഷ്കളങ്കമായ ഭക്തിക്ക് പ്രത്യുപകാരം ചെയ്തു. ആ പൂനിലാവുള്ള രാത്രിയിൽ കൃഷ്ണനുമായുള്ള ക്രീഡ, ഐക്യം അവർക്ക് സമ്മാനമായി കിട്ടി. രാസക്രീഡയിൽ ലയിച്ചു നിന്നുപോയ ആ രാത്രി എത്രയും ദൈർഘ്യമേറിയതായിരുന്നു. കൃഷ്ണൻ പരമാത്മാവാണ്, ഇതൊന്നും ആസ്വദിക്കുന്നില്ല. എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നവനാണ്, അന്തവും ആദിയുമില്ല. സാധാരണക്കാരന് കാമഭ്രാന്തമായ ആനന്ദമായി രാസക്രീഡ തോന്നുമായിരിക്കും. പക്ഷേ ഗോപികമാർക്ക് അവരുടെ ഭക്തിയുടെ പരമമായ സാക്ഷാത്കാരമായിരുന്നു രാസക്രീഡ. എൻ്റെ എളിയമായ വാചനങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെയും ഭഗവാന്റെ ഭക്തനായ ഭട്ടതിരിപ്പാടിൻ്റെയും തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.